ഒടിയങ്കം എന്ന സിനിമ തിയേറ്ററുകളിൽ റിലീസ് ആവുകയാണ്. അപ്പോൾ ആ സിനിമയുടെ വിശേഷങ്ങളുമായി ഇതിന്റെ അണിയറ പ്രവർത്തകർ എന്നോടൊപ്പം ശ്രീജിത്ത് പണിക്കർ, നിഷ രതി, വിനയ. നമസ്കാരം. അപ്പൊ ഈ പറഞ്ഞതുപോലെ തന്നെ ഒടിയന് ശേഷം നമ്മളെ ത്രസിപ്പിക്കാൻ വരുന്ന ഒരു സിനിമയാണ് ഒടിയങ്കം എന്നാണ് ഞാനിത് കണ്ടായിരുന്ന സിനിമ. എനിക്ക് അങ്ങനെ തോന്നുന്നത്, നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. തീർച്ചയായിട്ടും അത് നമുക്ക് ആൾക്കാർക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടിരിക്കാവുന്ന ഒരു സബ്ജക്റ്റ് ആയിട്ട് തന്നെയാണ് അത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് നമ്മളും അത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഒടിയൻ എന്ന് പറയുന്നത് നമ്മൾ മുമ്പ് കുറെ കേട്ടിട്ടുണ്ടെങ്കിലും പുതുതായിട്ട് നമ്മൾ വീണ്ടും ആളെക്കുറിച്ച് അറിയാനുള്ള എന്തെങ്കിലും നമ്മൾ ആ ക്യൂരിയോസിറ്റിയോട് കൂടി തന്നെ ഇരുന്ന് കാണൂലേ. ഒടിയന്റെ കുറെ കേട്ടെന്ന് പറഞ്ഞാൽ എന്താണ് ഒടിയനെ കുറിച്ചൊരു കഥ പറഞ്ഞത്? ഒടിയൻ 1910-20 ആ കാലഘട്ടത്തിലൊക്കെ പാലക്കാട് ഭാഗത്ത് അധികമായിട്ടുണ്ടായിരുന്ന ഒരു മനുഷ്യനാണ്. മനുഷ്യൻ ഇതൊന്നും വരില്ല.